പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റായി പോയി എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. ഞാനിടുന്ന വീഡിയോയിലൊക്കെ മിക്കവാറും ലേറ്റായി എഴുന്നേൽക്കുന്ന വീഡിയോ തന്നെയാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇന്ന് കുറേ തീരുമാനങ്ങളൊക്കെ ഉള്ളിലൊതുക്കിയല്ല ഉണർന്ന് വന്നിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. എന്ന് 1-2 ആഴ്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ എഴുന്നേറ്റ് ഒന്ന് നമ്മുടെ ഭഗവാന്മാരെയൊക്കെ ഒന്ന് നോക്കി. തൊട്ടടുത്ത റൂമിൽ തന്നെ ദേവൂട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ദേവൂട്ടീനെ ഒന്ന് പോയി നോക്കി. ദേവൂട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോളാണ് കേട്ടോ. അപ്പോൾ അവൾ നല്ല ഉറക്കമാണ്. എന്തായാലും ഞാൻ നേരം വൈകി എഴുന്നേറ്റ്. ഇനി അവരൊന്നും നേരം വൈകി തന്നെ എഴുന്നേറ്റോട്ടെ, ഇപ്പോഴേ വിളിച്ചുണർത്തണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. 7 എഴുന്നേറ്റാൽ മതി. അവർക്ക് കുളിച്ച് ചായ കുടിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളല്ലേ ചെയ്യാനുള്ളൂ. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ നിന്ന് ഇന്നലെ ലാസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് മോളാണ്, ദേവൂട്ടിയാണ്. ലേറ്റായിട്ടാണ് കഴിച്ചത്. ഞാൻ നേരത്തെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കുറച്ചൊന്ന് അലങ്കോലമാക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അത് അവർക്ക് അങ്ങനെയല്ലേ നടക്കുള്ളൂ. അങ്ങനെ ഞാൻ നേരെ പാൽക്കാരൻ വരാനായിട്ടുണ്ട്. അപ്പോൾ പാലിൻ്റെ പാത്രം ഒന്ന് സിറ്റൗട്ടിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. നേരെ നല്ലോണം അങ്ങ് വെളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വെളുത്തപ്പോൾ ഞാൻ വിചാരിക്കുക ഇത്തിരി കൂടെ നേരത്തെ എഴുന്നേൽക്കായിരുന്നു എന്ന്. അപ്പോൾ ഇതാണ് പറയുന്നത്, കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റം വരുത്തിയെടുക്കണം. കാരണം കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും ഒക്കെ ഒരു ഓർഡറിലല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ അണുകുടുംബത്തിൻ്റെ പ്രശ്നം കേട്ടോ. നേരെ നമ്മളൊരു കൂട്ടുകുടുംബത്തിലാണെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടെങ്കിൽ നമുക്കൊരു ഭയം ഉണ്ടാവും. അത് അയ്യോ അമ്മ എഴുന്നേറ്റല്ലോ, അല്ലെങ്കിൽ എണീറ്റില്ലേ, നേരത്തെ എഴുന്നേൽക്കട്ടെ, അങ്ങനെ ഒരു ഓർഡറിൽ കാര്യങ്ങളൊക്കെ പോകും. പക്ഷെ നമ്മൾ മിക്ക വീടുകളിലും ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അണുകുടുംബമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ കാര്യത്തിലും ഒരു മടിയും അലസതയും ഒരു താളം ചവിട്ടലുണ്ടാവും പണികളൊക്കെ എടുക്കുന്നതിലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലരങ്ങനെയല്ല കേട്ടോ, പക്ക ഓർഡറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാം എനിക്കൊന്നും ഒരു സമയം ഒരു കാര്യത്തിനും കിട്ടാറില്ല. അതിനിടയ്ക്ക് ഞാൻ ഇന്ന് വിറകടുപ്പിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ചാരമൊക്കെ വാരി അടുപ്പിലൊക്കെ കത്തിച്ചിട്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴവും അരി കയറ്റാൻ വെച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുഖമൊക്കെ ഒന്ന് നല്ലപോലെ കഴുകി. ഞാൻ അടുപ്പിലൊക്കെ കത്തിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രഷൊക്കെ ചെയ്തിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുഖമൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകി. ഞാൻ ഈ ഒരു ഡംടോക്കിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. രാവിലെ വൈകുന്നേരമായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അതിനനുസരിച്ച് മുഖത്തിന് ചെറിയൊരു മാറ്റം ഉണ്ട്. നല്ല ടാൻ അടിച്ചിട്ടും അതുപോലെ നല്ല പാടുകളൊക്കെ ഉണ്ടായിരുന്നു മുഖത്ത്. അതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ മെഡിസിൻ കാണിച്ചത് എന്താ വെച്ചാൽ അയൺ ആൻഡ് ഫോളിക് ആസിഡാണ് കേട്ടോ. അത് അപ്പം ബ്ലഡ് ഇല്ലാത്തത് കാരണം കാലിൽ നീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1 മാസമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെ ഓരോ കാര്യങ്ങളും ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞ് എവിടെയാണ് നിർത്തിയത്? അണുകുടുംബത്തിൻ്റെ കാര്യം തന്നെ കേട്ടോ. ഞാൻ എൻ്റെ കാര്യം വെച്ച് പറയുകയാണ്. എനിക്ക് നല്ല പണിയെടുക്കുന്ന കാര്യം ചില ദിവസങ്ങളിൽ ഒരു എനർജി ഉണ്ടാകും, ചില സമയങ്ങളിൽ ഒട്ടും എനർജി ഉണ്ടാവാറില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇനി അതിലൊക്കെ ഒരു മാറ്റം വരുത്തണം. കാരണം നാളെ നമ്മളെ മക്കൾ നമ്മളെ അടുത്ത് ചോദിക്കരുത്. അവരെന്തെങ്കിലും ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയുക മടിയോ അലസതയോ കാണിക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല അവരുടെ അടുത്ത്. കാരണം എനിക്ക് 2 തവണ ഇപ്പോൾ അനുഭവം ഉണ്ടായി. എൻ്റെ മൂത്ത മോള്, അതായത് ദേവൂട്ടി, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്താ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, അമ്മ എന്താ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഉത്തരം മുട്ടി നിന്നതല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് എന്നെ കണ്ട് വളരുന്ന 2 ആളുണ്ട് ഈ വീട്ടിൽ. അപ്പോൾ എന്തായാലും എനിക്ക് മാറ്റം വരുത്തിയേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം കുറച്ച് ദിവസങ്ങളായി മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേയൊക്കെ ഓരോ ശരീരത്തിന് ഓരോ വൈകല്യങ്ങളുണ്ട്. അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എന്നൊക്കെ തോന്നും. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു PSC ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട്. അപ്പോൾ അതിന് പോലും എനിക്ക് സമയം ഞാൻ കണ്ടെത്തുന്നില്ല. അത് ഈ ഒരു ഒന്നിനും ഒരു ഓർഡർ അല്ലാത്ത കാരണമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുതിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അവൾ കാണുന്ന ഏതെങ്കിലും വീഡിയോസിൽ 1-2 കഥാപാത്രങ്ങളെ പേര് പറഞ്ഞൊന്ന് ഷെയറാക്കിയാൽ മതി, പെട്ടെന്ന് എണീറ്റ് പോന്നോളൂ. അതുപോലെ മൂത്ത ആളെപ്പോലെ സ്കൂളിൽ പോകാൻ വേണ്ടി മടിയൊന്നുമില്ല. മൂത്ത ആൾ ആ പ്രായത്തിലൊക്കെ മടിയുണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ LKG ചേർത്താണ്, മടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മക്കൾക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ രാമച്ചട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ കൊടുത്തയക്കൽ.
ഞങ്ങൾ കോർപ്പറേഷൻ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. നല്ല ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടാകും. ടേസ്റ്റ് എന്ന് പറഞ്ഞുകൂടൊക്കെ ഭയങ്കര ഒരു അസഹനീയമായ അവയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ രാമച്ചട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതൊന്നും അറിയാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടിലൊക്കെ ഇല്ലേ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. മീഷോന്ന് വാങ്ങിയതാണ്. മീഷോന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആയിട്ട് വാങ്ങിയതാണ്. നല്ല ബോട്ടിലാണ്. അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഈ ഒരു സ്നാക്സ് ബോക്സ് അവിടെ ഒരു ലഞ്ച് ബോക്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വെള്ളം കാര്യങ്ങളൊക്കെ എടുത്ത് ചെറിയ ആൾക്ക് മാത്രം സ്നാക്സ് കൊണ്ടുപോയാൽ മതി. വലിയ ആൾക്ക് കൊണ്ടുപോകാറില്ല. അവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ചെറിയ ആൾ ബിസ്ക്കറ്റ്, റസ്ക് ഇത് മാത്രമേ കഴിക്കുള്ളൂ. വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ കഴിക്കില്ല. പിന്നെ ദേവൂട്ടി ആകുമ്പോൾ പഴം പുഴുങ്ങല്ലോ, ഡെയിലി പുഴുങ്ങാറുണ്ട്. അപ്പോൾ ആ ഒരു പഴം കഴിക്കും. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കഴിക്കും കേട്ടോ. അതിനിടയ്ക്ക് വണ്ടി വന്നു, രണ്ടാളും പോയി. ഒരാളുടെ സൈക്കിളിനാണ് പോകൽ, ലൈൻ ബസ്സിലാണ് പോവുക. അപ്പോൾ ബസ്സിൻ്റെ അടുത്ത് വരെ സൈക്കിളിൽ പോകും, അങ്ങനെ പോവും. ചെറുത് ഓട്ടോയിലാണ് പോകുന്നത്. അങ്ങനെ ഞാനും അനീഷണ്ണും കഴിക്കാൻ വേണ്ടിയിട്ട് അനീഷണ്ണന് പോകാനൊന്നുമില്ല. അപ്പോൾ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം. ഞാൻ അടുക്കളയിൽ ഇരുന്ന് തന്നെ കഴിച്ചു കേട്ടോ. ഒരുമിച്ചിരുന്ന് കഴിക്കാനൊന്നുമില്ല, ഒരുപാട് പണികളുണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് ആളും കൂടെ ഉള്ളപ്പോൾ മടി പിടിച്ചിരിക്കാനും പറ്റില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് വിചാരിക്കും, ഇവിടെ എന്താ ഇങ്ങനെ ചോദിക്കാൻ ഒരവസരം വരുത്തണ്ടെന്ന് വിചാരിച്ച് വേഗം തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. ചോറ് വയ്ക്കുകയാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന പോലെ ചെയ്യുന്നല്ല. ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എടുത്തത്. പക്ഷേ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് 1-2 ആളെങ്കിലും വീഡിയോ കാണാതിരിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം അത്ര റീച്ചൊന്നുമുള്ള ചാനലും അല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നല്ല, തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നത് കാര്യങ്ങൾ അങ്ങനെയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ എന്നെപ്പോലെ തോന്നുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തിക്കോട്ടെ. ഞാൻ എന്തായാലും ഇന്നു മുതൽ ഓരോ മാറ്റങ്ങളും വരുത്തി തുടങ്ങുകയാണ്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ ചെയ്യുന്നതുമായിരിക്കും കേട്ടോ. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, എങ്ങനെയൊക്കെ വരുത്തി എന്നുള്ളത് ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് തന്നെ ഇടും. ഒന്ന് സെറ്റാക്കി എടുക്കണം, ലൈഫ് ഒന്ന് ഓർഡറാക്കി എടുക്കണം, ലൈഫിലെ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ ചോറുണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. പിന്നെ ഈ പെട്ടെന്ന് അറിയാം, ഈ ഒരു ചോപ്പർ പറ്റിയ അബദ്ധം കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ബ്ലേഡിന് ഒട്ടും മൂർച്ചയില്ല, ഒന്നിനും കൊള്ളില്ല. ഞാൻ ഇതിന് മുമ്പ് ഒരു ചോപ്പർ വാങ്ങിയിട്ടുണ്ട്, ഈ ചരട് കൊണ്ട് വലിക്കുന്ന അത് നല്ല മൂർച്ചയായിരുന്നു. ഒരൊറ്റ വലിക്ക് വരെ പെട്ടെന്ന് കട്ടായിട്ട് വരുമായിരുന്നു എൻ്റെ വെജിറ്റബിളൊക്കെ. പക്ഷേ ഇത് പറ്റിയ അബദ്ധമാണ്. അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ കടച്ചക്ക ഉപ്പേരി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുപയറും പപ്പായും കൂടെയാണ് കേട്ടോ ഇന്ന് കറിയും വെക്കുന്നത്. വേറെ ഒന്നുമില്ല. പിന്നെ 2 മുട്ട പൊരിക്കണം, അത് മാത്രമേ ഉള്ളൂ. മീനിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ല. ഇപ്പം മീൻ കടലിലൊന്നും പോകാത്ത കാരണം ഫ്രീസറിൽ വെച്ച മീനല്ലേ കിട്ടുന്നത്. അപ്പോൾ 1-2 തവണ വാങ്ങി, അതൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ മീൻ വാങ്ങൽ അങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു വാങ്ങാമെന്നല്ലാതെ. അതിനിടയ്ക്ക് ഞാൻ പപ്പായ അടുത്ത പറമ്പിൽ നിന്ന് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ പറമ്പൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ വേസ്റ്റ് ഇടുമ്പോൾ അവിടെ മുളച്ച് പൊന്തും. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഒരെണ്ണം പറിച്ച് അത്യാവശ്യം മുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പച്ചമുളക് കണ്ട അനീഷേട്ടൻ ഈ KCPൻ്റെ വർക്കിനാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇവർ ഓഫീസിലിരുന്നല്ലല്ലോ വർക്ക് ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെ ഓരോ വർക്കിന് പോകുന്ന സമയത്ത് ഒറ്റ മുളക് കിട്ടിയിട്ട് കൊണ്ടുവന്ന് തയ്ക്കിട്ടതായിരുന്നു ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുളക് നല്ല എരിവുള്ള മുളകാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കാര്യങ്ങളും ഞാനിങ്ങനെ പറയുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നും പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ മിക്സിയുടെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ തേങ്ങയൊന്നും ശരിക്കും അരയുന്നില്ല. അങ്ങനെ ഞാൻ കറിയൊക്കെ ആക്കി, ഉപ്പേരി ആക്കി, എല്ലാത്തിലേക്കും വറവൊക്കെ ഇട്ട് മുട്ട പൊരിച്ചു. അതിനിടയ്ക്ക് എൻ്റെ മോള് വന്നിട്ടുണ്ട്. മോള് 1 മണിയാകുമ്പോഴേക്കും വരും കേട്ടോ. ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുളിക്കാനും അലക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം ചെയ്തു. അങ്ങനെ ഓരോ ഭാഗങ്ങളും വീടിൻ്റെ ഓരോ മുക്കും മൂലയൊക്കെ വൃത്തിയാക്കി എടുക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ചാനലും ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
അത്രയ്ക്കേ പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ എന്തായാലും എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളും മാറ്റം വരുത്തി തുടങ്ങണം എന്നല്ല, തുടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ വരുത്തുന്ന മാറ്റങ്ങൾ ഞാൻ വീഡിയോ കൂടെ ചെറുതായാലും ഞാൻ കാണിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.